ശ്രീ ജയൻ ചേർത്തല ചേരുകയാണ് തത്സമയം. താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചതിന് ശേഷമാണ് ശ്രീ ജയൻ ചേർത്തല നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ജയൻ ചേർത്തല, ഗുഡ് മോർണിംഗ്, സ്വാഗതം. നമസ്കാരം. ശ്രീ ജയൻ ചേർത്തല, സിദ്ദിഖ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത് അദ്ദേഹം അതിനുശേഷം ഒരു ഹ്രസ്വമായ ഒരു പ്രതികരണമാണ് നൽകിയത്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഈ നടിയുടെ പരാതിയെക്കുറിച്ച് ശ്രീ ജയൻ ചേർത്തലയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു? കാരണം പൊതുമധ്യത്തിലൊക്കെ പലതവണ അവർ വന്ന് പറഞ്ഞതാണ്, രേവതി സമ്പത്ത്. ആക്ച്വലി ഇതിനകത്ത് ഞാൻ ഓഫീസ് ബെയർ ആവുന്നു, ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് സ്ഥാനമേക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. ജൂൺ മാസം അവസാന ദിവസങ്ങളിലാണ് ഞങ്ങളുടെ ഇലക്ഷൻ നടന്നത്. അതിലൂടെയാണ് ഞാൻ അധികാരത്തിൽ വരുന്നത്. അപ്പം അതിനുശേഷം വന്നിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് സത്യത്തിൽ അറിയാവുള്ളൂ. കാരണം നമ്മുടെ അമ്മയുടെ സംഘടനാ തലത്തിലുള്ള രീതി വെച്ചിട്ട് എന്നെപ്പോലത്തെ ഒരു സാധാരണ മെമ്പർക്ക് ഈ കഴിഞ്ഞ ഇലക്ഷന് മുൻപ് വരെയുള്ള ഒരു സാധാരണ മെമ്പറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അമ്മയുടെ നീക്കുപോക്കുകളെക്കുറിച്ച് അറിയാനുള്ള ഒരേ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വർഷാവർഷം നടക്കുന്ന ജനറൽ ബോഡിയിലാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഞാൻ 2009 മെമ്പറായിട്ട് അമ്മയിൽ വരുന്നത്. ആ 2009 തൊട്ട് 2024 വരെയുള്ള ജനറൽ ബോഡികളിൽ ഒന്നും തന്നെ ഞാൻ പങ്കെടുത്തിട്ട് 3-4 ജനറൽ ബോഡിയിലേ ഞാൻ പങ്കെടുക്കാതെ ഉള്ളൂ. ആ ബാക്കിയുള്ളതിലൊന്നും തന്നെ ഇങ്ങനത്തെ ഒരു പരാതികളെക്കുറിച്ചൊരു പരാമർശം നമ്മളാരും കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുമാധ്യമ മേഖലയിൽ ഈ പരാതി ഉണ്ടായിരുന്നു, അത് പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. അതിപ്പം നിങ്ങളെപ്പോലെ മറ്റ് ചാനലുകാർ പറയുമ്പോഴാണ് ഞാൻ സത്യത്തിൽ അതിനെക്കുറിച്ച് അറിയുന്നത്. അതിൻ്റെ ഒരു പോരായ്മയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കുഴപ്പമില്ല, വൈകിയാണെങ്കിലും താങ്കൾ അറിഞ്ഞല്ലോ. ഈ പെൺകുട്ടി വന്ന് കുഴപ്പമില്ല, വൈകിയാണെങ്കിലും താങ്കൾ അറിഞ്ഞല്ലോ. താങ്കളുടെ മുന്നിൽ ചാനലിലൂടെ കാണുമ്പോഴാണ്. അതെ, താങ്കളുടെ മുന്നിൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രതികരണമുണ്ട്. അവർക്ക് നേരിട്ട ദുരനുഭവം എന്ന് പറയുന്നത് എത്ര ക്രൂരമായിട്ടാണ് എന്നവർ വിവരിക്കുന്നുണ്ട്. ഒരു ഇരയായ ഒരാൾ പറയുന്നതിനെ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. നിയമ പോരാട്ടമൊക്കെ അതിൽ തെറ്റുണ്ടെങ്കിൽ സിദ്ദിഖിന് നടത്താവുന്നതേ ഉള്ളൂ. സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് താങ്കളടക്കമുള്ള എല്ലാവരും. ഒരു താരസംഘടന എന്ന് പറയുമ്പോൾ സമൂഹവുമായി, അല്ലെങ്കിൽ സമൂഹം ഇഷ്ടപ്പെടുന്ന തരത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഒരു ആരാധന കൂടി കിട്ടുന്ന ആളുകളാണ് താങ്കളടക്കം ുള്ളവർ. അങ്ങനെയുള്ളവരിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുത്തുന്ന തരത്തിലായി പോയോ താരസംഘടനയുടെ ആദ്യ വാർത്താ സമ്മേളനം? അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് ആർജവത്തോടെ ആദ്യ വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഈ താരസംഘടനയുടെ തന്നെ മതിപ്പ് സമൂഹത്തിൽ എത്രമാത്രം ഉയരുമായിരുന്നു. ശ്രീ ജയൻ ചേർത്തലയിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പ്രതികരണമാണ് അന്ന് പ്രതീക്ഷിച്ചത്. ഞാനാണല്ലോ ആദ്യം പ്രതികരണം കൊടുത്തത്. ഒരു പക്ഷേ താങ്കൾ അറിയാതെ പോയതായിരിക്കാം. ഈ അമ്മയിൽ വന്നിട്ട് ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുന്നത്, ഞാൻ ലൈവായിട്ട് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുൻപിൽ വെച്ച് എല്ലാ മാധ്യമക്കാരുടെയും മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അമ്മ ഇരയ്ക്കൊപ്പം തന്നെയാണ്, ഒരിക്കലും വേട്ടക്കാരനെ സപ്പോർട്ട് ചെയ്യില്ല. അന്ന് ഉപയോഗിച്ച ഭാഷ എനിക്ക് ഓർമ്മയുണ്ട്. എത്ര ഉന്നതനായാലും ആ ഉന്നതൻ്റെ ഒപ്പം സംഘടന നിൽക്കില്ല. സംഘടന നിൽക്കാൻ വ്യക്തിപരമായിട്ട് ഞാനും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പൊതുധാരയിൽ പൊതുപ്രവർത്തകനായിട്ട് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ്. അമ്മ എനിക്ക് ഇന്നലെ വന്ന ഒരു സ്ഥാനം മാത്രമാണ്. പക്ഷേ ഞാനിവിടെ ചേർത്തലയിലായാലും തണ്ണീർമുക്കത്തായാലും ഞാനിവിടെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകനായിട്ട് ഒരു CPIയുടെ മെമ്പറായിട്ട്, CPIയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടും AHUCയുടെ മണ്ഡലം പ്രസിഡൻ്റായിട്ടും സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടും ഒക്കെ എനിക്ക് ഔദ്യോഗിക ഭാരവാഹിത്വവും സ്ഥാനങ്ങളുമുള്ള ഒരാളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എൻ്റെ പ്രവർത്തനം പൊതുജനം അറ്റ്ലീസ്റ്റ് ചേർത്തലയിലെങ്കിലും വളരെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമ്മൾ ഒരു കാരണവശാലും അമ്മ എന്ന സംഘടനയെ കൊണ്ട് തെറ്റായൊരു തീരുമാനം എടുപ്പിക്കാൻ നമ്മൾ കാരണക്കാരനാകില്ല. തെറ്റായൊരു തീരുമാനം അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ തിരുത്താൻ നമ്മൾ ആദ്യം മുന്നിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ അന്ന് തൊട്ട് ഇന്ന് വരെ തുറന്നു പറയാവുന്ന കാര്യമാണ്, അമ്മ അന്ന് തൊട്ട് ഇന്ന് വരെ വേട്ടക്കാരനൊപ്പം നിൽക്കില്ല, ഇരയ്ക്കൊപ്പമേ നിൽക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രതികരണം അമ്മയിൽ നിന്ന് വന്നത് അങ്ങനെയായിരുന്നു വന്നത്. കാരണം മിനിങ്ങാന്ന് വൈകിട്ട് ഒരു ഓൺലൈൻ ചാനലിൽ എൻ്റെ ഇൻ്റർവ്യൂ വരുന്നു. അതിനുശേഷം നിങ്ങൾ മാധ്യമക്കാരെ എല്ലാവരെയും ഞാൻ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ വെച്ച് കാണുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും അമ്മയുടെ ഓഫീസ് അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടിട്ടാണ്. കാരണം അമ്മയുടെ ബാക്ക് ഡ്രോപ്പിലല്ല, ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള ലെവലിൽ ഞാൻ എറണാകുളത്തുള്ളപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് തന്നത്. അതിനുശേഷമാണ് പത്രസമ്മേളനം വരുന്നത്. ആ പത്രസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനത്തിൽ എനിക്ക് മിണ്ടാതിരിക്കാനേ നിവൃത്തിയുള്ളൂ. ഞാൻ മിണ്ടാതിരുന്നു, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇരക്കൊപ്പമാണ്, വേട്ടക്കാരനൊപ്പം നിൽക്കില്ല സംഘടന എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.